അമ്മച്ചിയുടെ പേരെന്ന്? എൻ്റെ പേര് ആനി. എൻ്റെ വീട് കോടന്നൂര്, അമ്മാടം കോടന്നൂര്. അമ്മച്ചിക്ക് ഇപ്പം എത്ര വയസ്സായി? 66 വയസ്സായി. ഓക്കെ ഓക്കെ. അമ്മച്ചിക്ക് പറയാനുള്ള സാക്ഷ്യം നമുക്ക് ഒന്ന് കേൾക്കാം. അതെ, ഇല്ല പിടിപെട്ടി പോവില്ല. ഞാൻ 1 കൊല്ലം 9 മാസമായി ഇങ്ങനെ ദിവാനിൽ കിടന്നിട്ട് ടി വിയിലേക്ക് ഇങ്ങനെ നോക്കിയിട്ടാണ് ഓൺലൈൻ കുർബാന ഇതൊക്കെ കാണുക. അപ്പം എൻ്റെ സഹോദരിയുടെ മകൾ പറഞ്ഞു, സാബു ബ്രദറിനെ പ്രാർത്ഥിച്ചാൽ എനിക്ക് നടക്കാൻ പറ്റുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, കോട്ടയം കളത്തിപ്പടിയിലേക്ക് പോകണ്ടേ, എൻ്റെ കൂടെ ഒരാൾ വരണ്ടേ, കർത്താവ് ഒരുക്കിനെങ്കിൽ ബ്രദറിൻ്റെ ധ്യാനം ഇവിടെ വരുന്നത്. അങ്ങനെ 11-ാം തീയതി ഞായറാഴ്ച ഞങ്ങളുടെ കയ്യിൽ വിളിച്ച് പറഞ്ഞു പോവുക. ഞാൻ പ്രാർത്ഥിച്ചു, ബ്രദറെ എന്തു ചെയ്യും, 350 രൂപ തൃശ്ശൂർക്കും 300 രൂപ വീട്ടിലേക്ക് വേണം. അപ്പം എന്നോട് ഈശോ പറഞ്ഞു 10 വീട്ടിൽ പോയി ഭിക്ഷ ചോദിക്കാൻ. അങ്ങനെ 10 വീട്ടിൽ പോയിട്ട് ധ്യാനം കൂടെ കാശ് വടി കുത്തി പിടിച്ച് പോയി ചോദിച്ചു. എല്ലാവരും തോന്നുന്നു. ധ്യാനത്തിൻ്റെ 2-ാം ദിവസം ബേബിയേട്ടൻ എന്നെ അടുത്ത ബേബിയേട്ടല്ലേ ഞങ്ങളോട് കൊണ്ടുവന്നിട്ട് പെങ്ങൾ വായെന്ന് പറഞ്ഞു. ഇപ്പോൾ ബ്രദറിനോട് എൻ്റെ ഫൈനൽ കോഡ് വിട്ടു, ഒരു ബൈക്ക് ഇടിച്ചതാ, ഇവിടെ എനിക്ക് അനങ്ങാൻ പറ്റണേ. അപ്പോൾ ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിച്ച് തട്ടിയിട്ട് പറഞ്ഞു കുഴപ്പമില്ല. 2ാമതും ബ്രദർ പ്രാർത്ഥിക്കാൻ വന്നു എൻ്റെ അടുത്തേക്ക്. അപ്പം ഞാൻ പറഞ്ഞു, ഈ കഴുത്തിലത്തെ ഡിസ്ക് എടുത്ത് മാറ്റണം, എന്നാലേ നടക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് ഓപ്പറേഷത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ഞാൻ കംപ്ലീറ്റ് തളർന്നു പോകും. അപ്പോൾ ബ്രദർ പറഞ്ഞേ, അമ്മച്ചീരെ ഒരു തലമുടി നാര് കണ്ടിക്കേണ്ടി വരില്ല, ഈ കയ്യെ കൊണ്ടു കുത്തിയിട്ട് പറഞ്ഞു ഈ വടിയെ കളയാൻ പറഞ്ഞു. ഞാൻ വടിയെ കളഞ്ഞു. പുലർച്ചെ 3 മണിയായിപ്പോൾ ഒരു പ്രകാശൻ്റെ അടുത്ത് അതിലിങ്ങനെ ഒരു പേപ്പറിൽ 3 വചനം. ഒന്ന് പുറപ്പാട് 15:26, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഒന്ന് ജ്ഞാനം 16:12, മരുന്ന് ലേപന ഔഷധമല്ല എൻ്റെ വചന സൗഖ്യം. 3-ാമത്തെ വചനം യാക്കോസ്ലിയുടെ ലേഖ 5:15, വിശ്വാസത്തോടെ പ്രാർത്ഥന നിന്നെ സൗഖ്യപ്പെടുത്തും. അവിടെ നിന്ന് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പല തേച്ചും മുഖം കഴിയും ഒറ്റ പള്ളിയിലേക്ക് നടന്നു പോയി കുർബാന കണ്ട വികാരിച്ചാൻ ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ചു പറഞ്ഞു, നമ്മുടെ ആനീച്ചല്ലേ. ഞാൻ പറഞ്ഞു, സാബു ബ്രദറിൻ്റെ ധ്യാനത്തിന് പോയി. പച്ചൻ പറഞ്ഞു, ഞാൻ ഇവിടെ പഴൂരിരിക്കുമ്പോൾ ബ്രദറിൻ്റെ നടത്തിയിട്ട് ആൻ്റണി ആലുക്കച്ചൻ ഒരാളുടെ ബെൽറ്റ് അഴിക്കുന്നത്. അപ്പോൾ പള്ളിയായിട്ട് എല്ലാത്തിനും നല്ല പ്രവൃത്തിയായിരുന്നു. പക്ഷേ ദൈവം എനിക്ക് തന്ന സകന, ആ സകന ഞാൻ 30 കൊന്ത ചൊല്ലും, 10 കരുണ കൊന്ത ചൊല്ലും. അങ്ങനെ ഒക്ടോബർ മാസത്തിൽ എനിക്ക് ഒരു മടുപ്പുണ്ടായിട്ടില്ല. എന്നെ ദൈവം ബ്രദറിലൂടെ തൊട്ടു സൗഖ്യപ്പെട്ട എല്ലാ വ്യാഴാഴ്ചയും ബ്രദറിൻ്റെ ക്ലാസ് ഞാൻ കാണും. യേശു ആരിലും വലിയ, അപ്പനും അമ്മയും ആങ്ങളമാരൊന്നും ഇല്ലാത്ത ഈ അനാഥയ്ക്ക് യേശു ആരിലും വലിയവനായി എന്നെ സൗഖ്യപ്പെടുത്തി. കൈയടിച്ച് കഥാനും കഥപ്പെടുത്താം ഉണ്ടോ? അമ്മച്ചി നല്ല നല്ല മിടുക്കിയായിട്ട് സാക്ഷ്യം പറഞ്ഞു. അമ്മച്ചി കിട്ടിയ അത്ഭുത സൗഖ്യമാണ്. കർത്താവിന് നമുക്ക് മഹത്വം കൊടുക്കാം. അപ്പോൾ ഈശോ അമ്മച്ചിയുടെ ഒത്തിരി സ്നേഹമായിരുന്നു, ഉറപ്പായിട്ട്. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ചൊല്ലുണ്ട്. അന്ന് തൊട്ട് ബ്രദർ പറഞ്ഞില്ലേ, നിങ്ങൾ അധികം കൊന്ത ചൊല്ലുമ്പോൾ ഒരു കൊന്ത ചൊല്ലിക്കോളൂന്ന്. ഇവിടെ വന്നപ്പോൾ തൊട്ട് മഴയാണ്, ഞങ്ങൾ വരുമ്പോഴും മഴയാണ്. എനിക്ക് ഇങ്ങോട്ട് വരാൻ എൻ്റെ നാട്ടിലെ കല്യാണം കഴിച്ച ഒരു കുട്ടീനെ കൂട്ട് കിട്ടി. അപ്പം ദൈവമേ, സാബു ബ്രദർ അവിടെ പോയിട്ട് എന്തുട്ടണോ വല്ലവരോട് പറയാൻ പറ്റുമോ? ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു, എല്ലാവർക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കല്യാണം കഴിക്കാത്ത കാരണം എല്ലാ മക്കളും എന്തിയാ, ബ്രദർ എൻ്റെ സഹോദരനാണ് സ്വന്തം. ശരി, നന്ദിട്ടാ.